ഹേ എവ്രി വൺ. ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ എക്സാമിന്. ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ ഇതൊരു ഒതൻറ്റിക് ഇൻഫർമേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനും പല സ്ഥലത്തുനിന്ന് കേട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സിലബസിൽ പാർട്ട് എ, പാർട്ട് ബി അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ സിലബസ്. അപ്പോൾ അതിൽ പാർട്ട് എയിൽ 3 മൊഡ്യൂളുണ്ട്, പാർട്ട് ബിയിൽ 8 മൊഡ്യൂളുണ്ട്. ഈ പാർട്ട് എയിലെ 3 മൊഡ്യൂളിനും കൂടി 20 മാർക്കാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നാച്ചുറൽ സയൻസിൻ്റെ എക്സാം എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായ കാര്യം, മെത്തഡോളജി പാർട്ടിൽ നിന്ന് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പിന്നെ ഹിസ്റ്ററി പോർഷനിൽ നിന്ന് 15 മാർക്ക്, ഹിസ്റ്ററി പ്ലസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ നോക്കുകയാണെങ്കിൽ പോയട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻ ഇത് 3നും കൂടി ഏകദേശം ഒരു 30 to 35 മാർക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് 3നും കൂടി 35 മാർക്സിനടുത്ത് ചോദിക്കും. അതുപോലെ ക്രിറ്റിസിസം ആണെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. 5 to 7 എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻസേ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ കൂടുതലും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ക്രിറ്റിസിസത്തിൽ ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ രസധ്വനി ഇത് രണ്ടും ഉണ്ട്. ഇവിടെ നിന്ന് 1 മാർക്കാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അരിസ്റ്റോട്ടിൽ നിന്ന് 1 മാർക്ക്, അങ്ങനെ തന്നെ 2 മാർക്കായി. പിന്നെ ബാക്കിയുള്ള 3 മാർക്സ് ചിലപ്പോൾ ലിറ്റററി ടേംസിൽ നിന്നോ അല്ലെങ്കിൽ വേർഡ്സ്വർത്തിൻ്റെയോ അങ്ങനെ എവിടെ നിന്നായിരിക്കും വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മിക്കവാറും ഒരു 5 to 7 ആണ് ക്രിറ്റിസിസത്തിന് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം ഏത് മൊഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. അതുപോലെ മൊഡ്യൂൾ 5 ലിംഗ്വിസ്റ്റിക്സിൻ്റെ പോർഷനിൽ നിന്ന് 10 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മൊഡ്യൂൾ 6ഉം 7ഉം ഇത് രണ്ടും ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ആണ്. ഇതിൽ നിന്ന് നമുക്ക് രണ്ടും കൂടി 20 മാർക്സ് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ എടുക്കുകയാണെങ്കിലും 20 മാർക്സ് നമുക്ക് ഇംഗ്ലീഷിന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 മാർക്സ് പ്രതീക്ഷിക്കാം. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു 10 മാർക്കും പ്രതീക്ഷിക്കാം. ഇങ്ങനെ ആയിരിക്കാം ഒരു മാർക്സിൻ്റെ ഡിവിഷൻ എന്നാണ് പല സ്ഥലത്തുനിന്നും കേട്ട ഇൻഫർമേഷനാണ്. ഇത് എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ലാസ്റ്റ് മിനിറ്റിൽ പറയാൻ കാരണം, ഇനിയും എവിടെയെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഏത് മൊഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഇത് കേട്ടിട്ട് ടെൻഷൻ ആവേണ്ട. നമുക്കിനി കൂടുതൽ പഠിക്കാൻ നിൽക്കാതെ നമുക്ക് പഠിച്ചത് തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഒന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.